പൈലറ്റ് നമുക്ക് ട്രെയിനിങ് തന്നെ. ഞാൻ ട്രെയിനിങ് എന്നേ പറഞ്ഞിട്ടുള്ളൂ. എങ്ങനെ ജോലി ചെയ്തെന്നൊന്നും രേണുസുതി പറഞ്ഞിട്ടില്ല. ചേച്ചി അത് പഠിച്ചു ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ട് ബാംഗ്ലൂർ എയർപോർട്ടിൽ പോയിരുന്നാ പറഞ്ഞത്. എയർ ഇന്ത്യ ഫ്ലൈറ്റ് കയറിയെന്നാ പറഞ്ഞത്. എല്ലാം ഞങ്ങൾക്ക് മനസ്സിലായി. എന്റെ വേല ഇറക്കരുത്. ഇതുപോലെ ഇതല്ലേ ഞാൻ ട്രെയിനിങ് എന്ന് പറഞ്ഞു. ഞാൻ എന്തിനാണ് കള്ളം പറയുന്നത്? അത് എടുത്ത് കുറെ എണ്ണം എടുത്തിട്ട് അവള് കള്ളം പറഞ്ഞു. അങ്ങനെ അത് ഏവിയേഷന്റെ വേഷമല്ല, അത് ഞങ്ങൾ ഇവന്റ് മാനേജ്മെന്റിന് പോയ സമയത്തുള്ള വേഷമാണ്. എന്തൊക്കെ കള്ളത്തരങ്ങളാണ് ഇവറ്റകൾ ഇടുന്നത്. ഈ കാര്യം പറഞ്ഞോണ്ട് ഇനി ഒറ്റ ഒരുത്തരും അങ്ങോട്ട് വന്നു പോരുത്. എല്ലാവരും കേട്ടോ, ഞാൻ പറഞ്ഞില്ല. എനിക്കറിയത്തില്ല ഇതൊക്കെ. വ്യൂസ് ഇല്ലെങ്കിൽ നിങ്ങൾ വേറെ വല്ലവരും എടുത്തിട്ട് പറയുന്നത് എന്നെ എന്തിനാണ്? എന്നെ വെറുതെ ഒരുപാട് പേര് എന്നെ തന്നെ ഇട്ട് പറയുന്നുണ്ടല്ലോ. നിങ്ങളെങ്കിലും ഒന്ന് വെറുതെ നിങ്ങൾക്ക് എന്നെ അറിയാവുന്നവരല്ലായിരുന്നു. ഈ ആരെയെന്ന് പറഞ്ഞ വ്യക്തിയോടാ പറഞ്ഞത് എന്റെ കൂടെ പഠിച്ചേ. നിങ്ങൾക്ക് എന്നെ നിങ്ങളുടെ അടുത്ത് എന്തെങ്കിലും ഞാൻ ദ്രോഹം ചെയ്തോ? എന്തെങ്കിലും ദോഷം ചെയ്തോ? ഉള്ള സമയത്ത് കൂടെ പഠിച്ചു. അതല്ലാതെ ഞാൻ എന്തെങ്കിലും ചെയ്തോ നിങ്ങൾക്കെതിരെ? ഒന്നും ചെയ്തില്ലല്ലോ. നമ്മുടെ നാട്ടുകാരെല്ലാം ഒന്നിച്ച് രമേശ് അണ്ണന്റെ വീട്ടിലെ പ്രശ്ന പരിഹാരത്തിന് കൈകോർക്കണം. ചിലപ്പോ നിങ്ങൾ നല്ല കാര്യമായിരിക്കും പറഞ്ഞത്, പക്ഷെ അത് പുറത്ത് വന്നത് ഇങ്ങനെയാണ്. ഇതൊന്നും ഞാൻ കാണുന്നില്ല. എന്റെ കസിനെ അവൾക്ക് സങ്കടം, അയ്യോ അവളുടെ പേര് അവളാന്ന് ഓർത്ത് ഇനി എല്ലാരും പറയുന്നു. അവൾ ഒരിക്കലും എന്നെ അങ്ങനെ പറയില്ല. എന്റെ കൂടെ പഠിച്ചതും എന്റെ അനിയത്തി സിസ്റ്ററും. അവളുടെ ഫോട്ടോയാണ് എടുത്ത് കൊടുത്തേക്കുന്നത് എല്ലായിടത്തും. പിങ്ക് ഹെവനോ അങ്ങനെ കണ്ടൊക്കെ പറഞ്ഞ ചാനൽ നീലക്കുലൊക്കെ എന്ന് തോന്നുന്നു. അവരൊക്കെയാന്ന് തോന്നുന്നു. അവളിന്ന് രാവിലെ വിളിച്ച് പറഞ്ഞതാണ്. അപ്പോഴാണ് ഞാൻ ശ്രദ്ധിക്കുന്നത് അവളുടെ ഫോട്ടോ വെച്ചപ്പോ എല്ലാവരും ഓർത്ത് അവളായിരിക്കും എന്നെ നെഗറ്റീവ് പറയുന്നത്. അവൾ എന്നും എനിക്ക് സപ്പോർട്ടാണ്. പെട്ടെന്നുള്ള ദേഷ്യത്തിലും സങ്കടത്തിലും തോന്നിപ്പോയതാ. പറ്റിയത് പറ്റി.